ഓം നമ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനേകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമ. നമ്മൾ ഇന്ന് ഭഗവത്ഗീതയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം മനസ്സിലാക്കി അത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, പ്രാക്ടിക്കലായി അപ്ലൈ ചെയ്യാൻ പറ്റുക എങ്ങനെയാണ്, അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ നമ്മളെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഭഗവാൻ പറയുന്നു അർജുനനോട്, അർജുനൻ പറയുന്നു ആദ്യം, ഭഗവാനെ എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല, അങ്ങനെ സീതന്തി മമ ഗാത്രാണി, ശരീരം വിറയ്ക്കുന്നു സ്ട്രെസ്സും ഉണ്ട്, എല്ലാവരെയും വധിക്കണം, പ്രിയപ്പെട്ടവരെയൊക്കെ വധിക്കേണ്ടി വരും, ഞാൻ അത്ര നല്ല വില്ലാളി വീരനാണെന്നുള്ള കോൺഫിഡൻസ്, ആത്മവിശ്വാസം അർജുനനുണ്ട്. അങ്ങനെ ആ ഭയപ്പെട്ടിരിക്കുന്ന അർജുനൻ, തേരിൽ ഇരിക്കുന്ന ആ അർജുനൻ ഭഗവാൻ പറഞ്ഞ് എഴുന്നേൽപ്പിക്കുകയാണ്. അർജുനനോട് ഭഗവാൻ പറയുന്നു, നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ എന്ന് പറയുന്നുണ്ട്. അർജുന, നീയൊരു ഉപകരണം മാത്രമാണ്, അത് മനസ്സിലാക്കൂ. ആയി മാറാനല്ല പറയുന്നത്, അത് ആണെന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത്. ഈ ഉപകരണം ആണ് എന്ന് പറയുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ശരിക്കും ഭഗവാൻ അർജുനന്റെ മനസ്സിൽ നിന്ന് ഞാൻ ചെയ്യുന്നു എന്നുള്ള ആ കർത്തൃത്വ ഭാവം എടുത്തു കളയാണ്. ഇത് അർജുനനോട് മാത്രം പറയുന്നതല്ല, നമ്മളോട് ഓരോരുത്തരോടും പറയുന്ന വാക്കാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന ഓരോ കാര്യങ്ങളും, അർജുനന് എന്ന വ്യാജേന പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരോടുമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ പലപ്പോഴും ദുഃഖത്തിന് കാരണം പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളായിരിക്കും. ഒന്ന്, ഞാൻ ഇന്നത് ചെയ്തു എന്നുള്ള തോന്നലുണ്ടായിട്ട് കർത്തൃത്വ ഭാവം വന്നിട്ട് അതിനോടുള്ള ദുഃഖം, ഇന്നത് ചെയ്തു പോയല്ലോ, ഗിൽറ്റ് ട്രിപ്പ്. മൈൻഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്ടവിനോദമാണ് ഗിൽറ്റ് ട്രിപ്പ് അടിക്കുക എന്നുള്ളത്. ഓരോ കാര്യങ്ങൾ ഇന്നത് പറഞ്ഞല്ലോ, ഇന്നത് ചെയ്തല്ലോ എന്നോർത്തിട്ട് എന്ന തരത്തിലുള്ള ചിന്തകൾ കൊണ്ടുവന്നിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. ഇത് മൈൻഡിൻ്റെ വേറൊരു കളിയാണ്, ഒരു ചെറിയൊരു എന്താ പറയുക, ഗെയിമാണ്. അത് ഒരു ഭാഗം, ഞാനിത് ചെയ്തു എന്ന് ഓർമ്മിച്ച് വിഷമിക്കാം. ഇനി അടുത്തത്, ഞാനിത് ചെയ്തില്ലല്ലോ, എനിക്കിത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഇങ്ങനെയുള്ള മറ്റൊരു ഭാഗം, അതിൻ്റെ തന്നെ മറ്റൊരു ഭാഗം. ഇത് രണ്ടും മൈൻഡ് സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്ന സാധനമാണ്, അല്ലേ? സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് വിൽക്കാൻ കൊണ്ടുവന്ന ഒരു ഐറ്റാണിത് മൈൻഡ്. ഇനി അടുത്തത് ദുഃഖത്തിനുള്ള ഇതൊരു പ്രധാന കാരണമാണത്. അടുത്തത്, ഇന്ന ആള് ഇന്ന കാര്യം ചെയ്തല്ലോ, എന്നോട് ചെയ്തല്ലോ. അതിൻ്റെ തന്നെ മറ്റൊരു ഭാഗം, ഇന്ന ആള് എനിക്കിത് ചെയ്തു തന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇത് ചെയ്തില്ലല്ലോ. ഈ പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണിത്. ഇതിനൊക്കെ നമ്മൾ ഓരോ ഇവൻറ്റും, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ ഇവൻറ്റും സംഭവങ്ങളും അതിന് പല തരത്തിലുള്ള അതിന് പല ഭാഗങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഡയമണ്ടിന് പല ആംഗിളുണ്ട്, അല്ലേ? ഓരോ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴും അത് വേറെ വേറെ തരത്തിൽ അതിൻ്റെ പ്രകാശം ഇങ്ങനെ പ്രസരിക്കുന്നത് കാണാം. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങൾക്കും ഒരു റീസൺ മാത്രമല്ല ഉണ്ടാവുന്നത്, അതിന് പല കാരണങ്ങളുണ്ടാവും. നമുക്കൊരു ഉദാഹരണം എടുക്കാം. COVID-19 കൊറോണ വന്ന സമയത്ത് നമ്മൾക്ക് ആ സമയത്ത് നമ്മളെ മുന്നിൽ ഇതെങ്ങനെ ഇതിൽ നിന്നും പുറത്തു വരാമെന്നുള്ള ഇതെല്ലാം കൊണ്ടും മോശമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്, അല്ലേ? പക്ഷെ ആ സമയത്ത് അതുകൊണ്ട് പ്രകൃതിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എല്ലാ തരത്തിലുള്ള പൊല്യൂഷൻസും, ഇങ്ങനെയുള്ള ചെറിയൊരു ഭാഗമാണ് പറയുന്നത്. ഇത് മാത്രമല്ല, പലതരത്തിലുള്ള മാറ്റങ്ങൾ അത് കൊണ്ടുവന്നിട്ടുണ്ട് ജീവിതത്തിൽ. ആളുകളുടെ തന്നെ ജീവിതത്തെ നോക്കിക്കാണുന്ന ആ കാഴ്ചപ്പാട്, ലൈഫ് വ്യൂ,
അത് തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു കാര്യമായിരുന്നു കൊറോണ. അപ്പോൾ ഓരോ സംഭവങ്ങളും, ഞാൻ കൊറോണ എന്നെടുത്ത് പറഞ്ഞത് ലോകം മുഴുവൻ ഫേസ് ചെയ്ത ഒരു ചാലഞ്ചായിരുന്നു അത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും നമ്മൾ കാണാത്ത ഹിഡൻ ആയിട്ടുള്ള മറ്റു പല മുഖങ്ങളും ഉണ്ട്, മറ്റു പല കാരണങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാദ്യം നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കണം. നമ്മളൊരു ചെറിയ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് നമ്മൾ അറിയണം. ചെറിയ കണ്ണുകൊണ്ട് നമുക്ക് കുറച്ചേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇൻ ദ ലോങ് റൺ നമ്മൾ ബിഗ് പിക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരാളുടെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുഴുവനായിട്ട് അപ്പം എന്താ സംഭവിക്കുന്നത് അയാൾക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ സ്റ്റീവ് ജോബ്സ് പറയുന്നുണ്ട്, എനിക്ക് ഈ മുന്നിലേക്ക് നോക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയാ സംഭവിക്കുക എന്നൊന്നും അറിയില്ല. പക്ഷേ വെൻ ഐ ലുക്ക് ബാക്ക് ഐ ക്യാൻ കണക്ട് ദ ഡോട്ട്സ്. എത്ര നന്നായിട്ടാണ് ലൈഫിൻ്റെ ഓരോ ഇവൻസും ഓരോ സമയത്ത് വേണ്ട സമയത്ത് നടന്നതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടായി എന്ന് പറയുന്ന ഒരു സീനുണ്ട്. അത് നമ്മളെല്ലാം ജീവിതത്തിൽ നമുക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, തിരിഞ്ഞു നോക്കിയാൽ കാണാം, ഓ ഇതിനായിരുന്നു സംഭവിച്ചത്. അതുകൊണ്ട് മാത്രമായിരിക്കില്ല, നമുക്ക് അതിൻ്റെ പൂർണ്ണമായ ഒരു ഇവൻ്റ് ഉണ്ടായിട്ട് അതിൻ്റെ പൂർണ്ണമായ എഫക്റ്റ്, ഇമ്പാക്റ്റ് എന്താണ്, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് പൂർണ്ണമായി നമ്മൾ അറിയണമെങ്കിൽ അത് ലൈഫിൻ്റെ വയസ്സാവുന്നവരെ നമ്മൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. വൈ ഡിഡ് ദിസ് ഹാപ്പൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അല്ലേ നമ്മളെല്ലാവരും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലൊക്കെയുള്ള ചോദ്യമായിരിക്കും, വൈ ഡിഡ് ദിസ് ഹാപ്പൻ ടു മീ? ഇതെനിക്ക് എന്തുകൊണ്ട് സംഭവിച്ചു? എൻ്റെ ജീവിതത്തിൽ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? അതിനുള്ള ഉത്തരം പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമല്ല അത്. വി ഹാവ് ടു വെയിറ്റ്. കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഇതായിരുന്നു അല്ലേ, ഇങ്ങനെ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു അത്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് മുന്നിൽ അൺഫോൾഡ് ചെയ്യപ്പെടുകയാണ് ലൈഫ് അല്ലേ. അപ്പോൾ ഭഗവാൻ പറയാണ്, നിമിത്ത മാത്രം ഭവ സവ്യസാചൻ. ഒരു വളരെ നിഗൂഢമായൊരു രഹസ്യമാണ് ഭഗവാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. നമ്മളോട് ഓരോരുത്തരോടും ഇത് വന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. ഭഗവാൻ പറയാണ്, ഇവിടെ സവ്യസാചി എന്നുള്ള പേര് മാറ്റിയിട്ട് നിങ്ങളുടെ പേര് അവിടെ വെക്കൂ, നിങ്ങളുടെ പേര് അവിടെ ആ വരിയിൽ ചേർക്കും. നിമിത്ത മാത്രം ഭവ, നിങ്ങളുടെ പേരെന്താ അതവിടെ ചേർക്കും. ഭഗവാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഇന്നുവരെ സംഭവിച്ചോ അതെല്ലാം ഞാനാണ് സംഭവിപ്പിച്ചത്, ഞാനായിരുന്നു എന്നുള്ളത്. കർത്തൃത്വഭാവം ടോട്ടലി എടുത്തു മാറ്റുകയാണ്. എന്തുകൊണ്ടാണ്? ഈ കർത്തൃത്വഭാവമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖത്തിനുള്ള കാരണം. ഇതേ കാര്യം നമ്മുടെ മോഡേൺ സയൻറ്റിസ്റ്റ് എങ്ങനെ അത് കാണുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ന്യൂറോ സയൻറ്റിസ്റ്റ് എത്രയോ കാലമായിട്ട് അതിനുള്ള പരീക്ഷണങ്ങൾ പലതും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ക്വാണ്ടം ഫിസിക്സിൽ ഒരുപാട് പരീക്ഷണങ്ങൾ, ഒബ്സർവർ എഫക്റ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും പരീക്ഷണങ്ങളും നടത്തി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്വാണ്ടം ഫിസിക്സിൽ അവർ പ്രൂവ് ചെയ്ത ഒരു കാര്യം എന്താ വെച്ചാൽ, ഒബ്സർവർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ആറ്റംസ് കൊണ്ടാണ് എല്ലാം നിർമ്മിക്കപ്പെട്ടത് എന്നാണ് സയൻസ് പറയുന്നത്. അപ്പോൾ ഈ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള എലമെൻറ്റ് ഓഫ് ദ ആറ്റം അത് നമ്മൾ നോക്കുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ സ്വഭാവം, ബേസിക് ആയിട്ടുള്ള സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അത് കുറച്ചും കൂടി സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് കണ്ണടച്ചു, നിങ്ങളുടെ ചുറ്റുമുള്ള ആ റൂം മുഴുവൻ ഡിസപ്പിയർ ചെയ്തു, കാണുന്നില്ല ഇപ്പോൾ അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, ഇപ്പോൾ ഈ ചുമരുകൾ ഇവിടെ ഉണ്ട്, ഈ ഫോണിലോ എന്തിലാ നിങ്ങളിപ്പോൾ കാണുന്നത് വെച്ചാൽ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അത് മുന്നിലുണ്ട്, എല്ലാം ഉണ്ട്, ഇതൊക്കെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമ്മളുടെ ഉള്ളിലുണ്ട്. ഈ വിശ്വാസമാണ് നിങ്ങളുടെ ചുറ്റുമുള്ള ഓരോ സാധനവും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വാട്ട് ഡസ് ദാറ്റ് മീൻ? നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ഇൻട്രസ്റ്റും ബിലീഫും ഒക്കെയാണ് നമ്മുടെ ലോകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മൊമെൻറ്റ് ബൈ മൊമെൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്വാണ്ടം ഫിസിക്സ് എന്താ പ്രൂവ് ചെയ്ത് വെച്ചാൽ, നമ്മൾ നോക്കുന്നതിനനുസരിച്ച് ആറ്റംസ് അതിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രൂവ് ചെയ്തത്. ഇനി ന്യൂറോ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാനത് പറയാം. നിങ്ങളൊന്ന് കൈ പൊക്കൂ, വലത് കൈ പൊക്കൂ, പൊക്കി
വലത് കൈ പൊക്കണം എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നിയ ഒരു മൊമെന്റ് ഇല്ലേ, ആ മൊമെന്റിന് മില്ലി സെക്കൻഡ്സ് മുമ്പ് തന്നെ നിങ്ങളുടെ ബ്രെയിന് ഈ കൈ പൊക്കാനുള്ള പ്രോസസ്സ് ശരീരത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളാണ് ഈ തീരുമാനം എടുത്തത് കൈ പൊക്കാനുള്ള. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു. ഇത് ക്ലിക്ക് ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ മില്ലി സെക്കൻഡ്സ് മുമ്പ് തന്നെ നിങ്ങളുടെ ബ്രെയിന് കമാൻഡ് കൊടുത്ത് നിങ്ങളുടെ കൈ അതിന് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഒരു സെക്കൻഡ്, നമ്മളൊരു എത്ര മൈന്യൂട്ടായിട്ടുള്ള ഒരു ഫ്രാക്ഷൻ ഓഫ് ദ ടൈമാണ് നമ്മൾക്ക് ഓരോ ചിന്തകളും ഇൻറ്റൻഷൻ ഉണ്ടാവുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ തൊട്ടു മുന്നേ മില്ലി സെക്കൻഡ്സ് മുമ്പ് തന്നെ നിങ്ങളുടെ ബ്രെയിന് ഈ വീഡിയോ ക്ലിക്ക് ചെയ്യാനുള്ള, കൈ മൂവ് ചെയ്യാനുള്ള പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. വാട്ട് ഡസ് ദാറ്റ് മീൻ ടു യു? എന്തൊക്കെ കാര്യങ്ങളാണോ ഇന്ന് വരെ നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നത്, അതിന് തൊട്ട് മുന്നേ തന്നെ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ. ഭഗവാൻ ഈ രഹസ്യമാണ് വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ ഒരു ഉപകരണം, വെറും തോന്നൽ മാത്രമാണ്, എന്നിലുള്ള ഒരു തോന്നൽ മാത്രമാണ് നിങ്ങൾ. യു റിയലി ഡോണ്ട് എക്സിസ്റ്റ് ആസ് യു തിങ്ക് യു ആർ. നിങ്ങൾ ഇപ്പം നിങ്ങൾ എന്ന് പറയുന്ന ഒരു മനസ്സിലൊരു സങ്കല്പമില്ലേ, ഇന്നൊരു വ്യക്തി, ഞാനാണിതെല്ലാം ചെയ്തത്, ഈ മൈ സ്റ്റോറി, എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ കഥ, ദിസ് സ്റ്റോറി അല്ലേ. ഈ സ്റ്റോറി ഈ ഭഗവാന്റെ സ്വപ്നത്തിലുള്ള ഒരു കഥാപാത്രം മാത്രമാണ് എന്നാണ്. ഇതാണ് നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ എന്നുള്ളതിൻ്റെ മറ്റൊരു മുഖം. അർത്ഥം വളരെ ഡീപ്പാണ്. ഇതിൻ്റെ ഒരു ആംഗിൾ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതാണെന്ന് കാണാം. ഇപ്പോൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയിട്ട് കാര്യമില്ല. നമുക്കെന്താ വേണ്ടത്? എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത് നമ്മൾ? വാട്ട് ക്യാൻ ഐ ഗെറ്റ് ഫ്രം ദിസ്? ഇതിൽ നിന്ന് ഒരു സമുദ്രം പോലെ ഡീപ്പായിട്ടുള്ള വാസ്റ്റായിട്ടുള്ള ഓഷനാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് എടുത്തിട്ട് കോർക്കാൻ കുറച്ച് മുത്തുകൾ നമുക്ക് വേണം. എന്നിട്ട് ആ മുത്തുകൾ നമ്മളെടുത്ത്, ഈ ജ്ഞാനത്തിൻ്റെ മുത്തുകൾ നമ്മളെടുത്ത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമ്മൾ നമ്മുടേതാക്കി മാറ്റാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്തിനാണത് ചെയ്യുന്നത്? ജീവിതം സന്തോഷമായിട്ട് ജീവിക്കാൻ. ബാക്കി എല്ലാം അവിടെ നിൽക്കട്ടെ, ജ്ഞാനിയാവണം ഒന്നുമല്ല. ബേസിക്കായിട്ട് എന്താ നമുക്കെല്ലാം വേണ്ടത്? സന്തോഷം അല്ലേ? സന്തോഷം കിട്ടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മനസ്സമാധാനം എന്ന് നമ്മൾ എത്രയോ വീഡിയോസിലായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കി ഗീതയിലൂടെ. അപ്പോൾ ഈ മനസ്സമാധാനം വേണമെങ്കിൽ എന്ത് വേണം? ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്തില്ല, അവർ ചെയ്തു, ഇത് ചെയ്തില്ല, ഇതെല്ലാം കൂടി ഒരു ബാസ്ക്കറ്റിലാക്കി വെച്ചിട്ട് നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ പെടുത്ത ആ ഒരു ഫോൾഡർ ഉണ്ടാക്കി വെക്കാം ഇന്ന് മുതൽ. ഓക്കെ, മനസ്സിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞിട്ടുള്ള ഇതേ വാക്ക് നമ്മളോട് പറയുന്നതായിട്ട് സങ്കല്പിക്കും. സവ്യസാചി എന്നുള്ള വാക്ക് മാറ്റി നിങ്ങളുടെ പേരവിടെ ചേർക്കും. നിങ്ങളായിട്ട് ഒരു ഉപകരണമായിട്ട് നിങ്ങൾ നിൽക്കുന്നു എന്ന് മാത്രം ഭഗവാനാണ് എല്ലാം ചെയ്യുന്നതെന്ന് ഇങ്ങനൊന്ന് മനസ്സിലാക്കി നോക്കൂ. ഇനി എന്താണ് ഇതെന്തുകൊണ്ട് ഇതിന് എങ്ങനെ നമുക്ക് വേറെ ഭാഗത്ത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ ഗീതയിൽ? തീർച്ചയായും ഭഗവാൻ സ്വരൂപം പറഞ്ഞു കൊടുക്കുന്ന ഭാഗം നമുക്ക് ആ ശ്ലോകം ഒന്ന് വായിക്കാം. സാഖ്യയോഗത്തിൽ 12ാമത്തെ ശ്ലോകത്തിൽ സ്വരൂപം വർണ്ണിക്കുന്നുണ്ട് ഭഗവാൻ. ഞാൻ ആരാണ്? ഈ ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്വരൂപത്തിനെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നതെന്ന്. നിങ്ങൾ ഇന്ന് വരെ തിരിച്ചറിയാത്ത ഒരു സ്വരൂപം കൂടെയുണ്ട്. ഈ രഹസ്യമാണ് ഭഗവാനോട് വെളിപ്പെടുത്തുന്നത്. ഭഗവാൻ പറയുന്നു, നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ നചൈവന ഭവിഷ്യാമ സർവേ വയമതഃപരം. അർജുന, ഞാനാകട്ടെ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, നീയും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. ഈ രാജാക്കന്മാർ എല്ലാവരും എന്നുമുള്ളവരാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? ഈ ശരീരമാണോ പറയുന്നത്? ഇത് പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരൊക്കെ ശരീരം വധിച്ചു കഴിഞ്ഞു, രാജാക്കന്മാരുടെ ശരീരം വധിച്ചു കഴിഞ്ഞു. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഈ ശരീരത്തിനെ പറ്റിയാണോ? അല്ല.
അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഞാൻ ഈ ശരീരമാണ് എന്നുള്ള വിശ്വാസമാണ് കർത്തൃത്വം ഉണ്ടാക്കുന്നത്. എന്താ പറഞ്ഞത് ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. ദിസ് ഈസ് ദ ക്രക്സ് ഓഫ് ദിസ് ടീച്ചിങ്. എന്താ പറയുന്നത്? ഞാൻ ഈ ശരീരമാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ് നമ്മുടെ മനസ്സമാധാനം കെടുത്താനുള്ള നമ്പർ 1 കാരണം. അപ്പോൾ എന്തിനാണ് ഭഗവാൻ ഇത് പറഞ്ഞു കൊടുക്കുന്ന സ്വരൂപം? ഒരിക്കലും ഞാൻ ഇല്ലാതിരുന്നിട്ടില്ല. അത് പറഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഭഗവാൻ കൃഷ്ണന്റെ ശരീരമായിട്ട് ഇരിക്കുന്ന ആ രൂപം ഉപേക്ഷിച്ചു. ഇതേ ഭഗവാൻ തന്നെ പറഞ്ഞു, വൃഷ്ണീനാം വാസുദേവോസ്മി, വൃഷ്ണികളിൽ വാസുദേവനാണ് ഞാൻ അർജുന, പാണ്ഡവന്മാരിൽ അർജുനനാണ് ഞാൻ എന്ന് കൃഷ്ണൻ പറയാണ്. ഭഗവാൻ പറയാണ് അവിടെ, അർജുനനായിട്ട് കളിച്ചത് ഞാനാണ്. ഇവിടെ എന്താ, ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം, വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇത്. അതേ കാര്യം നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ പേര് അവിടെ ആഡ് ചെയ്യും, നിങ്ങളായിട്ട് കളിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് പറയുന്നതാണ് ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാണ് ഇവിടെ. അപ്പൊ അതേ കാര്യം. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഇന്ന് നിങ്ങളായിട്ട് കളിക്കുന്നത് ഭഗവാനാണെങ്കിൽ ഇന്നുവരെ നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? വാട്ട് ഡിഡ് യു ഡു? അതേപോലെ നമ്മളിപ്പോൾ ന്യൂറോ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചൊരു കാര്യം മനസ്സിലാക്കി, നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആ ഒരു ഇന്റൻഷനില്ലേ, ഒരു സങ്കല്പം, ഒരു ഉദ്ദേശം, ആ ഒരു ഇന്റൻഷൻ വരുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ ബ്രെയിന് തുടങ്ങിക്കഴിഞ്ഞു. വാട്ട് ഡസ് ദാറ്റ് മീൻ? നിങ്ങൾ തീരുമാനിച്ചിട്ടൊന്നുമല്ല നിങ്ങൾ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടുള്ളത്. അത് ഓൾറെഡി മുന്നേ തീരുമാനിക്കപ്പെട്ട് മുന്നേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ നമ്മുടെ മനസ്സ് വന്ന് പറയാണ്, യു ഡിഡ് ദിസ്, അല്ലെങ്കിൽ നീ ഇത് ചെയ്തില്ല, നീ ഇത് ചെയ്തു, അവനിത് ചെയ്തു, അവളിത് ചെയ്തു. ഇങ്ങനെ സ്റ്റോറി ടെല്ലിങ്, ഇതാണ് മനസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാണ് നമ്മുടെ മനസ്സിന് നമ്മുടെ സമാധാനം കെടുത്തുന്നത്? നമ്മുടെ മനസ്സ് തന്നെ. ചിന്തകളെ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ സമാധാനം പോകുന്നത്. ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ലൈഫിന് ഒരു ആക്സെപ്റ്റൻസിൽ എത്താൻ പറ്റും നമുക്ക്. എന്ത് പ്രോബ്ലം ആണെങ്കിലും ഈ ഒരു ജ്ഞാനം ഉള്ളിൽ ഉറപ്പിക്കുക. എന്ത്? ഭഗവാനാണ് ഈ വേഷമായിട്ട് കളിക്കുന്നത്, ഈ കഥാപാത്രം ഭഗവാന്റെ സ്വപ്നത്തിൽ ഒരു കഥാപാത്രം മാത്രമാണിത്. കുറച്ച് കഴിഞ്ഞ് ഈ കഥാപാത്രം പോയി വേറെ കഥാപാത്രം വരും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് ഭഗവാന്റെ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നു, ഈ ഞാനും നീയും ഈ രാജാക്കന്മാരും ഒന്നും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, എന്ന് വെച്ചാൽ എന്നും ഉണ്ട്. അപ്പം എന്താണ് പറഞ്ഞു വരുന്നത്? നമ്മുടെ ഉള്ളിൽ ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും മരിക്കാത്ത ഒരു ഭാഗം നമ്മളറിയാതെ ഉണ്ട്. അപ്പം അത് എപ്പോഴാണോ ആ നിശ്ചല തത്വം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അനുഭവത്തിൽ വരുന്നത്, അനുഭവിക്കാൻ പറ്റും, തീർച്ചയായും അനുഭവിക്കാൻ പറ്റും. നമ്മൾ ഓരോരുത്തർക്കും അനുഭവിക്കാൻ പറ്റും. അത് എങ്ങനെ അത് സാധിക്കും? മനസ്സിൻ്റെ രാഗദ്വേഷങ്ങളും ഒക്കെ ഒന്ന് അകറ്റി നാച്ചുറലായിട്ട് ഈ സമാധാനം നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ബാക്കി ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കുറഞ്ഞ് മനസ്സ് കുറച്ചൊന്ന് നിശ്ചലമായി വരുന്ന സമയത്ത് നമുക്ക് വ്യക്തമായി അത് അനുഭവിക്കാൻ പറ്റും. നമ്മൾ ഈ ശരീരം എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരവും ഉണ്ടാവുമ്പോഴും, മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതിനെയൊക്കെ ഒബ്സേർവ് ചെയ്തും കൊണ്ട്, അറിഞ്ഞുകൊണ്ട്, രൂപമില്ലാത്ത ഒരു വസ്തു ഇതെല്ലാം സാക്ഷിയായിരിക്കുന്നുണ്ട് എന്നിൽ തന്നെ. അങ്ങനെ ഒരു ഭാഗം എനിക്കുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് ശബരിമലയിൽ പോകുമ്പോൾ നിങ്ങൾ കാണുന്ന തത്വമസി, അത് നീ തന്നെയാകുന്നത്. എല്ലാ സ്ഥലത്തും ഇതിൻ്റെ ക്ലൂസ് ഉണ്ട്, എല്ലാ മതങ്ങളിലും ഇതിൻ്റെ ക്ലൂസ് ഉണ്ട്. പക്ഷേ അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ജ്ഞാനം ഹൃദയത്തോട് ചേർത്ത് നിമിത്തമാത്രം ഭവ സർവേസാചൻ, കർത്തൃത്വം ഉപേക്ഷിക്കുക മനസ്സെന്ന്. എന്നിട്ട് എല്ലാ കർമ്മങ്ങളും ഭഗവതർപ്പണമായിട്ട് ചെയ്യും. ഞാനൊന്നും ചെയ്യുന്നില്ല, എല്ലാം ഭഗവാനാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി ഒരു പൂർണ്ണമായുള്ള ഒരു താങ്ക്ഫുൾനെസ്, എല്ലാറ്റിനും നന്ദി ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യധന്യമാക്കാൻ പറ്റും. അതെല്ലാവർക്കും സാധിക്കട്ടെ. ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനാ.
ഓം ശാന്തി ശാന്തി ശാന്തി.